ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മൗനരാഗത്തിലെ നമ്മുടെ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഭയക്കുന്നത് വീണ്ടും നമ്മുടെ ഗംഗപ്രസാദിനെ തന്നെയാണ്. പക്ഷെ കിരണിനും രതീഷിനും വേലുവിനും മാത്രം സത്യം അറിയാം. അവരിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇനി അവനെ പേടിക്കേണ്ട, അവൻ ഇനി എന്തായാലും വരാനൊന്നും പോകുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അവർക്കുള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ നല്ല പേടി തന്നെ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ കാർത്തികയും ദിലീപും ഒരിക്കലും വിരുന്നിന് പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരും പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിൽ നമ്മുടെ വേലുവിൻ്റെ അമലിൻ്റെ വിവാഹം നടത്തുകയാണ്. അതും നല്ല ഭംഗിയായി. അവള് കല്യാണിയാണെങ്കിൽ ഒരു 10-25 ലക്ഷത്തിൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് കല്യാണം നടത്തുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഈ നാട്ടിൽ നിന്നോളാൻ പറഞ്ഞിട്ട് അവരത് കേൾക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹത്തിന്റെ അവസരമുള്ള എല്ലാ പണികളും കാര്യങ്ങളൊക്കെ വേലും അമലും കൂടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരുടെ വിവാഹം നടന്ന് അവരങ്ങനെ അവിടെ നിന്ന് അവരെ പറഞ്ഞയക്കുകയാണ്. യാത്ര പറയുന്ന നേരത്തും നമ്മുടെ വേലു പറയുന്നുണ്ട്, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അമലവും പറയുന്നുണ്ട് അത് ശരിയാണ് എന്ന് പറയാണ്. എന്തായാലും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, നീ നാട്ടിലെത്തിയതിന് ശേഷം അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ തീയതി കുറിക്കണം, നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കാട്ടിലെ ആചാരപ്രകാരം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എന്ന് കിരണും പറയുകയാണ്. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്നും പോകുന്നത്. എന്തായാലും നമ്മുടെ വേലുവിൻ്റെയും അമലുവിൻ്റെയും വിവാഹത്തിന് 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ആൾക്കാരെല്ലാവരും പോകാനും അതുപോലെ അവിടെ അടിച്ചു പൊളിക്കാനൊക്കെയാണ് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റെഫി അവള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തൻ്റെ കാമുകനെ കാണാൻ വേണ്ടി തന്നെയാണ്. തൻ്റെ കാമുകനെ ഇത്രയും നാളും കാണാതിരിക്കുന്നതും അതുപോലെ തന്നെ എവിടെയാണെന്നുള്ള ഒരു ഇതിലൊക്കെ തന്നെയാണ് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഗംഗയെ പറ്റി യാതൊരു അറിയുമില്ല. പുറത്തിറങ്ങിയതിന് ശേഷം കാണാനുമില്ല. അങ്ങനെ ഗംഗയുടെ കൂട്ടുകാരന്മാരെ അന്വേഷിച്ച് അവൾ കണ്ടെത്തുകയും അവരോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല അവൻ എവിടെയെന്ന്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അവൻ്റെ പെങ്ങളുടെ വിവാഹമായിരുന്നു. അതീവ രഹസ്യമായിട്ട് ആദ്യം പെങ്ങളുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ അവൻ്റെ അച്ഛനെ ഗംഗ കൊന്നു. അതിനുശേഷം അവർ അതീവ രഹസ്യമായിട്ടാണ് വിവാഹം നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതും ഗംഗ അറിഞ്ഞായിരുന്നു. അങ്ങനെ ഗംഗ ആ ഹോളിലേക്ക് പോയിട്ട് പിന്നെ തിരികെ വന്നില്ല എന്ന് ആ കൂട്ടുകാർ പറയണ കേൾക്കുമ്പോൾ സ്റ്റെഫിക്ക് ആകെ സങ്കടം വരികയാണ്. സ്റ്റെഫി പറയുന്നുണ്ട് അങ്ങനെ ഗംഗ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തോ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഒരു തരി ജീവനുണ്ടെങ്കിലും എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അരികിലേക്ക് എന്നെ കാണാൻ ഗംഗ എന്തായാലും എത്തും. ഒരിക്കലും സംഭവിക്കാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് എനിക്കറിയണം എന്നും പറഞ്ഞിട്ട് ഞാനൊരു കേസൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റെഫി. അങ്ങനെ കേസ് കൊടുത്തതിന് ശേഷം ഈ പറയുന്ന പോലീസ് കിരണിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ കിരണിന്റെയും കല്യാണിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗംഗയെ കാണാനില്ല എന്നുള്ള പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരുത്തൻ ഭൂമിയിൽ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു അന്വേഷണം നടത്തണം, അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്നും പോലീസ് അങ്ങനെ അപ്പം തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ്. കാർത്തികയും ദിലീപും കൂടിയിട്ട് സായാഹ്നത്തിൽ, അതായത് അമ്മൂമ്മ താമസിക്കുന്ന ആ ഒരു വൃദ്ധസദനത്തിൽ ചെന്നിരിക്കുകയാണ്. അവർക്ക് ഒരു സദ്യ തന്നെ അവരെല്ലാവരും ചേർന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവര് വലിയ സന്തോഷത്തിൽ അവരങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഒരു ദിവസം അവരോടൊപ്പം കഴിഞ്ഞതിന് ശേഷമാണ് ദിലീപും കാർത്തികയും തിരികെ വരുന്നത്. അങ്ങനെ അതിനുശേഷം ദിലീപിന്റെ അമ്മയും കാർത്തികയുടെ അമ്മയും ഒന്നിച്ച് തന്നെയാണ് താമസിക്കുന്നതും. അവർ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ച് താമസിപ്പിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഈ സ്റ്റെഫി അവൾക്കറിയണം ഗംഗയ്ക്ക് എന്ത് പറ്റിയെന്ന്. അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞതൊട്ടും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെയല്ല നമ്മുടെ ഇവള് സരയും ആകെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുകയാണ്. അച്ഛനൊക്കെ ചെന്ന് കാണുമ്പോൾ അച്ഛനോ പറഞ്ഞു കൊടുക്കുന്നത് കല്യാണി നമ്മുടെ ശത്രുവാണ്, അവൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്തത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. കിരൺ എൻ്റെ ഭർത്താവായി കാണാനും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് അച്ഛനാവാനും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ രാഹുലിന് എന്തായാലും ഭയങ്കര സന്തോഷമാവാണ്. അതിന് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സംസാരിച്ചിട്ട് അവളെ മനസ്സ് ഒന്ന് നല്ല രീതിയിൽ ഭയപ്പെടുത്തി തന്നെയാണ് അവിടെ നിന്നും
പറഞ്ഞയക്കുന്നത്. അങ്ങനെ അതിനുശേഷം രാഹുൽ ജയിലിൻ്റെ അകത്തേക്ക് പോയിട്ട് വിക്രത്തിനോട് ഈ ഒരു കാര്യം പറയുകയാണ്. എൻ്റെ മോൾക്ക് നല്ല മാറ്റമുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ മോള് വരുന്നുണ്ട്, കിരണിനെ കിട്ടണമെന്നുള്ള ആഗ്രഹമാണ്. നിന്റെ പെങ്ങളെ അവൾ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവൾ എന്തായാലും ഇല്ലാതാക്കും, അങ്ങനെ നിന്റെ അളിയനെ എൻ്റെ മോള് സ്വന്തമാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചകലെ നിന്നിട്ട് നമ്മുടെ ഇവൻ അത് കേൾക്കാൻ ഇടവരുന്നുണ്ട്. ഈ പറയുന്ന മനോഹറിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും മനോഹർ അങ്ങനെ ഒരു സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം ഉടനെ തന്നെ ഒരു കത്തിലൂടെയോ മറ്റോ കിരണിനെയും അതുപോലെ കല്യാണിയെയും അറിയിക്കും. അത് പറയിച്ചില്ലെങ്കിലും സരയുവിന്റെ പെരുമാറ്റത്തിൽ പല വ്യത്യാസങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട്. കിരണിനോട് തൊട്ടുരുമി ഇരിക്കുന്നതും സംസാരിക്കുന്നതും, കിരൺ എന്തൊക്കെയോ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തും അവൾ അവന്റെ കണ്ണിൽ നോക്കി ആ പ്രണയത്തോടു കൂടിയുള്ള ഒരു നോട്ടം, അവൻ പറയുന്നതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ പല മാറ്റങ്ങളും നമ്മുടെ കിരണ് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും നാളും താൻ ഒരു സഹോദരിയെ പോലെ കണ്ട് സ്നേഹിച്ചത് അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കിരണിനും അവളോട് വെറുപ്പ് തോന്നുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണിയും ഈ ഒരു കാര്യം അറിയുന്നുണ്ട്. കല്യാണിക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവള് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്തതും അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കല്യാണിയൊക്കെ ഇടപെട്ടിട്ടാണ്. എന്നിട്ടും കല്യാണിയുടെ ജീവിതം നശിപ്പിക്കാൻ പോകുന്ന അവളെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ എല്ലാവരും അറിയുമ്പോൾ എല്ലാവർക്കും അവളോട് ദേഷ്യമാണ്. താരയ്ക്ക് ഇതറിയാമെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. താര എന്തായാലും ഈ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ രൂപയും ചന്ദ്രസേനനും ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അതുപോലെ തന്നെ ശാരിയെ വിലക്കുന്നുണ്ട്. നിന്റെ മകളെ നീ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളണം, എൻ്റെ മകന് വേണ്ടിയിട്ട് അവൾ ഈ പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ശാരിയെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ സരയുവിന് താക്കീത് കൊടുക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സരയു അതിലൊന്നും ഒതുങ്ങില്ല. സരയുവിനാണെങ്കിൽ ഒരു വാശി കയറി കഴിഞ്ഞാൽ അവൾക്കൊരു മെന്റൽ പോലെയാണ് ആ ഒരു സാധനം കിട്ടണം എന്നുള്ള ഒരു തന്നെയാണ്. അതേ സമയത്താണെങ്കിൽ സ്റ്റെഫിയും ഈ പറയുന്ന പോലെ കല്യാണിയെയും അതുപോലെ കാർത്തികയൊക്കെ കൊല്ലാൻ നടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ രണ്ടുപേരും കൂടിയിട്ട് ഈ സരയും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സ്റ്റെഫിയും കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വീട്ടിലെ ആരുടെയെങ്കിലും മരണം ഉണ്ടാകും, അത് ഉറപ്പാണ്. എന്തായാലും അങ്ങനെ രണ്ടുപേരും വെറി പൂണ്ടിങ്ങനെ നടക്കുകയാണ്. ഇവരുടെ ജീവിതം ഇല്ലാതാക്കാനും ഇവരുടെ ജീവിതത്തിൽ വിള്ളലുകൾ വരുത്താൻ വേണ്ടിയിട്ടും രണ്ട് സ്ത്രീകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന സ്റ്റെഫി അവള് പല വേഷത്തിലും അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയും അതുപോലെ തന്നെ അവരുടെ ആപത്തുണ്ടാക്കാൻ പല വഴികളും നോക്കുന്നുണ്ട്. സരയു ആണെങ്കിലും കല്യാണിയെ പല രീതിയിൽ അപകടപ്പെടുത്താൻ നോക്കുകയാണ്. അങ്ങനെ വളരെ ഒരു ഇതിൽ സന്തോഷത്തിന്റെ ആ ഒരു നിമിഷം അവർ രണ്ടുപേരും അങ്ങ് ഇല്ലാതാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇന്ന് എപ്പിസോഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.